യോന മാനസാന്തരപ്പെട്ടതുപോലെ, യോന രൂപാന്തരപ്പെടുവാൻ ശ്രമിച്ചതുപോലെ, യോന അയ്യം വിളിക്കുവാൻ ശ്രമിച്ചതുപോലെ 4-ാം അധ്യായത്തിൽ വീണ്ടും വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണ് യോനായുടെ ജീവിതത്തിലേക്ക്. അതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വളരെ ലളിതമായി നാം ഒരുമിച്ച് കേൾക്കേണ്ടതായിട്ടുള്ള ഈ ചോദ്യം: നിനവയിലെ ജനങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗത്തെയും താന്താന്റെ കയ്യിലുള്ള സാഹസങ്ങളെയും വിട്ട് മനം തിരിഞ്ഞ് രട്ടുടുത്ത് അനുസ്ഥാപപ്പെട്ടു. കണ്ണുനീരിന് കാരണമായി തീർന്നൊരു ദേശം, ആ ദേശത്തിന്റെ രൂപാന്തരത്തിന്, മനസ്താപത്തിന്, മാറ്റത്തിന്, ആകെയുള്ള മാറ്റത്തിന് 2-ാം ഊഴക്കാരനായ യോനായെ, 2-ാം ഊഴം ലഭിച്ചിട്ടും വഴിതെറ്റിപ്പോയ യോനായെ, ചോദ്യങ്ങൾ ചോദിച്ച യോനായെ ദൈവം എടുത്തുപയോഗിച്ചു. പ്രിയരെ, ഇന്ന് നാം എവിടെയാണ്? ഈ ജീവിതയാത്ര നാം മുമ്പോട്ട് നയിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവ സ്വപ്നങ്ങളിൽ നിന്ന്, നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതികളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരോ നാം? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ വളരെ വ്യക്തമായി വീണ്ടും നാം നമ്മോട് തന്നെ ചോദിക്കണം. എൻ്റെ നൗക, നമ്മുടെ നൗക ആടി ഉലയുമ്പോൾ, ഭയവിഹ്വലതയും നിലവിളിയും നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നീ ഉറങ്ങുന്നതെന്തേ? ആരുടെ നിമിത്തമാണ് ഈ വേദനയും പ്രയാസങ്ങളും കഷ്ടതയും സംഭവിക്കുന്നത്? വിരൽ ചൂണ്ടാൻ എളുപ്പം, പഴിചാരാൻ എളുപ്പം, ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാൻ നമുക്കാവുന്നുവോ? 3-ാമത്തെ ചോദ്യം: നിന്റെ ദൗത്യം എന്ത്? നിന്റെ തൊഴിൽ എന്ത്? എവിടെ നിന്നോ ആരംഭിച്ച് എങ്ങോട്ടോ പോകുന്നൊരു യാത്രയാണോ നമ്മുടേത്? എവിടേക്ക് പോകുന്നുവെന്നറിയാതെ എല്ലാവരും പോകുന്നു, കൂടെ ഞാനും പോകുന്നു. എങ്ങോട്ടെന്നറിയില്ലല്ലോ, യാത്ര എങ്ങോട്ടെന്നറിയില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണോ നമ്മുടേത്? കക്കാട് തൻ്റെ ജീവിതത്തിന്റെ വേദനാജനകമായ അവസാനത്തിലും പറഞ്ഞു, ഈ യാത്ര എത്ര സഫലം എന്ന് സാക്ഷിപ്പാൻ നമുക്കാവുമോ? എന്തിനീ യാത്ര? എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? എന്താണ് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൗത്യം, ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം, ദൈവത്തിന്റെ സ്വപ്നം? 4, നീ എവിടെ നിന്ന് വരുന്നു? വേരുകൾ നീ മറക്കരുത്, വന്ന വഴി നീ മറക്കരുത്, നിന്നെ പരിപോഷിപ്പിച്ചതായിട്ടുള്ള ദൈവജനത്തെ നീ മറക്കരുത്, നിന്നെ നീയാക്കിയ വഴിയെ നീ മറക്കരുത്. ആ വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നീ എത്തേണ്ടിടത്തല്ല നീ ഇന്ന് ആയിരിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. തിരികെ പോകുവാൻ മനം തിരിയുവാനുള്ള ആഹ്വാനം. നിന്റെ നാടേതാണ്? നിന്റെ നാടേതാണ്? ഇവിടെ ഒരു താൽക്കാലിക നഗരം പടുത്തുയർത്തലാണോ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അല്ല, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ പങ്കാളികളാകാനോ എന്ന ചോദ്യം. നീ ഏതു ജാതിക്കാരൻ? ജാതിക്കോമരങ്ങൾ നൃത്തമാടുന്ന ഈ സമയത്ത് ഇന്നും സഭയ്ക്ക് ചോദ്യം പ്രസക്തമെങ്കിൽ നമുക്കെവിടെയോ തെറ്റുപറ്റി. വളരെ വളരെ ആഴമേറിയ ചോദ്യം. നീ എന്തിനിങ്ങനെ ചെയ്തു? നീ എന്തിനു ദൈവത്തിൽ നിന്ന് ഓടിയൊളിച്ചു? ഞാൻ നിന്നോട് എന്തു ചെയ്യേണ്ടു? പ്രിയരെ, നിനവേ ഇന്നിൻ്റെ ലോകത്തിൻ്റെ പ്രതീകമാണ്. കണ്ണുനീരിന് കാരണമായി തീർക്കുന്ന ലോകം, നൂതനമായ അധിനിവേശ ശക്തികൾ ചുറ്റും ശക്തി പ്രാപിക്കുന്നൊരു ലോകം, ഒരുപാട് 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 ദുഷ്ടത കാട്ടുന്നൊരു ലോകം, ഒരുപാട് 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 വേദനയ്ക്കും ഭയത്തിനും കാരണമായി തീരുന്നൊരു ലോകം. അവിടെ കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷ നല്ലതാണ്. കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷ നാം ചെയ്യുക തന്നെ വേണം. എന്നാൽ രൂപാന്തരത്തിന്റെ ശുശ്രൂഷ, മാനസാന്തരത്തിന്റെ ശുശ്രൂഷ, ആ വലിയ ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. സുവിശേഷം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കാവുമോ? സുവിശേഷം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കാവുമോ? ഒരു മനുഷ്യൻ ദൈവം നൽകിയ സന്ദേശവുമായി പാപാന്തകാരം നിറഞ്ഞൊരു ലോകത്തിൽ ധൈര്യത്തോടെ ചെന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ ജനം രട്ടുടുത്തു, വെണ്ണീറിലിരുന്നു, അവരുടെ ദുഷ്ടതയെ ഉപേക്ഷിച്ചു, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു, മാനസാന്തരപ്പെട്ടു. ഇന്നും ദുഷ്ടതയിൽ ജീവിക്കുന്ന അനേകം പേർ മാനസാന്തരത്തിലേക്ക് തിരിയുവാൻ നമുക്ക് 2-ാം ഊഴം നൽകുവാൻ തയ്യാറായൊരു ദൈവം, 3-ാം ഊഴം നൽകുവാൻ തയ്യാറായൊരു ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. 1-ാം ഊഴത്തിന്റെ ദൈവം നിരാശപ്പെട്ടു.
കാരണം നാം വഴിതെറ്റിപ്പോയി, തെറ്റായ വഴിയിൽ പോയി. എന്നാൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന ദൈവം നമ്മുടെ രൂപാന്തരം കണ്ടു, നമ്മുടെ മനസ്താപം കണ്ടു, അയ്യംവിളി കേട്ടു, നിലവിളി കേട്ടു. രണ്ടാമൂഴം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ, ദേശങ്ങൾ രൂപാന്തരപ്പെടുവാൻ, സുവിശേഷത്തിന്റെ വക്താക്കളായി പോകുവാൻ നമുക്കാവുമോ? എപ്പോഴും പ്രസംഗകരായിട്ടാകണമെന്നല്ല, അത്യാവശ്യമുള്ളപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്ന, അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന, ജീവിക്കുന്ന സുവിശേഷങ്ങൾ. ഇന്നത്തെ നിനവേ പട്ടണങ്ങൾ മനസാന്തരപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ ദൈവം എടുത്തുപയോഗിക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ, ദൈവത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ. പ്രിയരെ, ഓർക്കുക, ഇന്ന് ലോകം വായിക്കുന്ന സുവിശേഷം മത്തായിയേക്കാൾ നിങ്ങളുടെ ജീവിതമാകുന്ന സുവിശേഷമാണ്. ലൂക്കോസിനേക്കാൾ നിങ്ങളുടെ കുടുംബമാകുന്ന സുവിശേഷമാണ്. മർക്കോസിനേക്കാളും യോഹന്നേക്കാളും സഭയായി നമ്മൾ ഉയർത്തുന്ന ജീവിതം ആകുന്ന സുവിശേഷമാണ്. സുവിശേഷം ജീവിക്കുവാൻ നമുക്കാവുമോ? വഴിതെറ്റി ഒളിച്ചോടുന്നവരാണെങ്കിൽ മടങ്ങിയെത്തുവാൻ നമുക്കാവുമോ? രണ്ടാമൂഴം നൽകുന്ന ദൈവത്തെ മാറോടണയ്ക്കുവാൻ നമുക്കാവുമോ? ആ ദൈവത്തിൻ്റെ സാക്ഷികളായി നിനവേ പട്ടണങ്ങളിലേക്ക് രൂപാന്തരത്തിൻ്റെയും മനസാന്തരത്തിൻ്റെയും സാക്ഷ്യമായി ചെല്ലുവാൻ, ഘടനകളെ മാറ്റുന്ന, നീതിയുടെ ഘടനകളാക്കി മാറ്റുന്ന സാക്ഷികളായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ.